ഹലോ ഫ്രണ്ട്സ്, ശരത് ചന്ദ്രൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞു. നവാഗതനായ സംവിധായകനാണ് വിജയരാഘവൻ, കലാഭവൻ ഷാജോൺ, ദിലീഷ് പോത്തൻ, ഹേമന്ത് മേനോൻ. ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് വിജയരാഘവൻ അഭിനയിക്കുന്ന സിനിമകൾ നോക്കുകയാണെങ്കിൽ അച്ഛൻ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. അതിൽ തന്നെ പൂക്കാലമാണെങ്കിലും കിഷ്കിന്താകാന്ഡമാണെങ്കിലും റൈഫിൾ ക്ലബ് ആണെങ്കിലും ഒക്കെ എല്ലാം അടിപൊളി സിനിമ മാത്രമല്ല, വിജയരാഘവൻ എന്ന് പറയുന്ന നടന്റെ ആ ഒരു അച്ഛൻ കഥാപാത്രങ്ങളെല്ലാം ഗംഭീരമാണ്. അതോടൊപ്പം തന്നെ ഓരോ സിനിമകളും ഒന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്നുണ്ട്. അച്ഛൻ കഥാപാത്രങ്ങളും ഇതുപോലെയാണ്. ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ള അച്ഛൻ കഥാപാത്രമാവില്ല മറ്റൊരു സിനിമയിൽ ചെയ്തിട്ടുള്ളത്. എല്ലാം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിലും ആ ഒരു വ്യത്യാസം എടുത്തു കാണാനുണ്ട്. ഏതായാലും ഈ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വേറിട്ട രീതിയിലുള്ള ഒരു അച്ഛൻ കഥാപാത്രമാണ് ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന് പറയുന്ന സിനിമയിലും വിജയരാഘവൻ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആട്ടോ. അതാണ് സിനിമയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. വിജയരാഘവന്റെ കിഷ്കിന്താകാന്ഡമായിരുന്നു അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള അച്ഛൻ റോളൊക്കെ. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മൂവി ആയിരുന്നു, അറിയാലോ എല്ലാവർക്കും. അതിനകത്തെ കഥാപാത്രവും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മൂവിയിലേക്ക് വരുമ്പോ കിഷ്കിന്താകാന്ഡത്തിൽ ആ ഒരു അച്ഛനെ ഇതിനകത്ത് കാണാനേ പറ്റുന്നില്ല. അഭിനയം കൊണ്ടാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷൻ കൊണ്ടാണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇനിയിപ്പോ കഥാപാത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്ന രീതിയാണെങ്കിൽ പോലും ശരി കിഷ്കിന്താകാന്ഡത്തിൽ അച്ഛനല്ല ഇവിടെ കാണാൻ പറ്റുന്നത്. ഔസേപ്പ് എന്ന് പറയുന്ന അച്ഛൻ മക്കളോട് സ്നേഹമൊക്കെ ഉണ്ട്, മനസ്സിൽ സൂക്ഷിക്കുന്ന കുറച്ച് കാർക്കശ്യ സ്വഭാവമൊക്കെ ഉള്ള ഒരു അച്ഛനാണ്. ആ ഒരു അച്ഛനായിട്ട് വിജയരാഘവൻ മാറിയിട്ടുള്ള ഒരു അഭിനയം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ്. വളരെ വാർദ്ധക്യം സംഭവിച്ചിട്ടുള്ള, എന്നാൽ കാർക്കശ്യ സ്വഭാവങ്ങളൊക്കെ മുഖത്ത് പ്രതിഫലിക്കുന്ന, എന്നാൽ മക്കളോട് സ്നേഹമൊക്കെ ഉള്ളിൽ അടക്കി പിടിച്ചിട്ടുള്ള ആ ഒരു അച്ഛൻ ക്യാരക്ടർ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനകത്ത് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. വിജയരാഘവൻ മകൻ റോയ് എന്ന് പറയുന്ന ഹേമന്ത് മേനോൻ ചെയ്യുന്ന കഥാപാത്രത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. റോയ് എവിടെ എന്നൊരു ചോദ്യമുണ്ട്. കുറച്ച് ദിവസമായി കണ്ടിട്ട് എവിടെ എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ലുക്ക് ഉണ്ട്. ആ സമയത്താണ് ആ അച്ഛന് മകനെ കുറിച്ചുള്ള ചിന്തയും അല്ലെങ്കിൽ മകനോടുള്ള സ്നേഹമൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടുന്നത്. അത് ഗംഭീരമായിട്ട് വിജയരാഘവൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും സിനിമയുടെ കഥയിലേക്ക് വരാം. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. അതിന് മുൻപ് കഥയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൂവിക്കകത്ത് വിജയരാഘവന്റെ കഥാപാത്രമായിട്ടുള്ള ഔസേപ്പിന്റെ പേര് തന്നെയാണ് സിനിമയ്ക്ക് ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളതും. ഒസ്യത്ത് എന്നുള്ളത് പിന്നെ നമുക്കറിയാം, നമ്മൾ ഈ മരണത്തിന് ശേഷം നമ്മുടെ സ്വത്തുവകകൾ ആർക്കൊക്കെ കൊടുക്കും എന്നുള്ളതിന്റെ വിൽപത്രം തയ്യാറാക്കി വെക്കുന്നതിനാണ് ഒസ്യത്ത് എന്ന് പറയുന്നത്. സോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഔസേപ്പ് എന്ന് പറയുന്ന കഥാപാത്രം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഒസ്യത്ത്. ആ ഒസ്യത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് മൂവി മുമ്പോട്ട് പോകുന്നത്. ഔസേപ്പിന്റെ ചുറ്റുപാടെന്ന് പറയുന്നത് ഇവര് ഇടുക്കി മലയോര ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്. ഏക്കർ കണക്കിന് സ്വത്തുള്ള ഏലത്തോട്ടമൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ഔസേപ്പ്. പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നു. അതുവഴി ഒരുപാട് ഏലകൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പൊ ഒരു കർഷക കുടുംബമാണ്. സ്നേഹമുണ്ട് മക്കളോട്, പക്ഷെ കർക്കശ സ്വഭാവമുണ്ട്. ഭാര്യ മരിച്ചുപോയി. 3 മക്കളാണ് ഔസേപ്പിനുള്ളത്. ഒരു മകന് തഹസിൽദാറാണ്, മറ്റൊരു മകൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇളയ മകൻ ചെറിയ ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബം, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മക്കൾക്കിടയിലും ഔസേപ്പിനിടയിലും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലറ ചില്ലറ പ്രശ്നങ്ങളുള്ളൂ. അതിൽ മൂത്ത മകൻ മൈക്കിളായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ദിലീഷ് പോത്തനാണ്. മൈക്കിളിന് താഴെയായിട്ടാണ് അടുത്ത മകൻ ജോർജ് വരുന്നത്. കലാഭവൻ ഷാജോൺ ആണ് ആ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. ഇളയ മകനാണ് ഹേമന്ത് ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രം. അപ്പൊ ഇതിൽ ആദ്യത്തെ 2 മക്കളായിട്ടുള്ള മൈക്കിളിനും ജോർജിനും വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഹേമന്ത് ചെയ്യുന്ന ആ ഒരു കഥാപാത്രം. ഇളയ സഹോദരനായിട്ടുള്ള റോയ്, അവർ വളരെയധികം വാത്സല്യത്തോടു കൂടി കൊണ്ടു നടക്കുന്ന, മകനെ പോലെ സ്വന്തം മകനായി തന്നെ കരുതിക്കൊണ്ട് കൊണ്ടു നടക്കുന്ന ഒരു മകനാണ്. ഇവർക്ക് ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടത് കാരണം ഈ അനിയന്മാരെയെല്ലാം ഏറ്റവും അധികം സ്നേഹം കൊടുത്ത് വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത് മൂത്ത സഹോദരനായിട്ടുള്ള മൈക്കിളാണ്, നമ്മുടെ ദിലീഷ് പോത്തൻ ചെയ്യുന്ന കഥാപാത്രം. അങ്ങനെ ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നങ്ങളെ ഇവരുടെ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുന്നു. ഇതൊക്കെയാണ് സിനിമ കാണിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് സ്നേഹബന്ധങ്ങളെ കുറിച്ച് ഒരു വലിയ കാര്യം തന്നെ പറയുന്നുണ്ട്. ചില സമയങ്ങളിൽ മനുഷ്യന്റെ സ്നേഹബന്ധങ്ങളൊക്കെ മാറിയിട്ട് അവിടെ സ്വാർത്ഥതയൊക്കെ വരുന്നുണ്ട്, അതും കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ സഹോദരന്മാരുടെ സ്നേഹം മലയാള സിനിമയ്ക്കകത്ത് ഏറ്റവും നന്നായിട്ട് കാണിച്ച ഒരു സിനിമ കൂടിയാണ് ഔസേപ്പിന്റെ ഒസ്യത്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ദിലീഷ് പോത്തന്റെ കഥാപാത്രമൊക്കെ ആ ഒരു സ്നേഹം, ഏട്ടന്റെ സ്നേഹം എന്ന് പറയുന്നത് അതിന് എക്സ്ട്രീമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്നേഹബന്ധം തന്നെയാണ് നമ്മൾ പ്രേക്ഷകരെയും ഒരുപാട് വേദനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജോർജ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ കലാഭവൻ ഷാജോണിന്റെ കഥാപാത്രം ഇതേപോലെ സ്നേഹം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഈ ഒരു സഹോദര സ്നേഹം മറികടന്ന് മനുഷ്യർ സ്വാർത്ഥരാവുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത്, അതിജീവനം വരുന്ന സമയത്തൊക്കെ സ്വാർത്ഥമായി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ സ്വാർത്ഥമായി ചിന്തിച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ അതിജീവനത്തിന് ശ്രമിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇവർക്ക് മുമ്പോട്ട് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്.
ഈ ഒരു സ്വാർത്ഥതയും വെച്ചിട്ട് അവനവന്റെ മനസാക്ഷിക്ക് കുത്തലേൽക്കാത്ത വിധത്തിൽ ജീവിക്കണമെങ്കിൽ സ്വാർത്ഥത ഒഴിവാക്കി പറ്റൂ എന്നുള്ള ഒരു തോന്നല് പലപ്പോഴും ഈ കഥാപാത്രങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. സ്വാർത്ഥത വരുന്നു, അതുപോലെ തന്നെ സ്നേഹം വരുന്നു, സാഹോദര്യം വരുന്നു, കുടുംബ ബന്ധം വരുന്നു, കുറ്റബോധം വരുന്നു. ഇങ്ങനെ പലതരം കോൺഫ്ലിക്റ്റുകൾക്കിടയിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. അപ്പൊ നമുക്കും ഒരു പരിധി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സിനിമ എങ്ങനെ അവസാനിക്കും, ഏത് അറ്റത്തേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നിട്ടുണ്ട്. ഒരു ഫാമിലി ത്രില്ലർ മൂവി ആയത് കാരണം തന്നെ, ഫാമിലി ഡ്രാമ ത്രില്ലർ ആണ്, അത് കാരണം തന്നെ നമുക്കും ഈ പറയുന്ന ഒരു എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഈ ഒരു ഇതിനകത്ത് ഒരു ക്രൈം ഒക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ ഏത് അറ്റം വരെ പോകും, എവിടെ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും രസം എന്താന്ന് വെച്ചാൽ, ഇതിൽ കഥാപാത്രങ്ങളൊക്കെ ക്രൈം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അവര് ഈ പറയുന്ന പോലെ ശിക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിൽ പോയി പെടണമെന്നൊന്നും ആഗ്രഹം തോന്നില്ല. ആ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെയും കൂടിയായിട്ട് മാറുകയാണ്, അവരുടെ അവസ്ഥ നമ്മുടെയും കൂടിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രൈം ചെയ്ത ആളുകളുടെ കൂടെ നിൽക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ കാണാറുള്ളത് ഇപ്പൊ നമ്മുടെ ദൃശ്യം സിനിമയിലൊക്കെയാണ്. അതിനകത്ത് ഇപ്പൊ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരെല്ലാം ക്രൈം ചെയ്ത ആളുകളുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും നമുക്ക് ക്രൈം ചെയ്തവരുടെ കൂടെ നിൽക്കാനും അവര് രക്ഷപ്പെടാനുമുള്ള ഒരു ആഗ്രഹമൊക്കെയാണ് കണ്ടിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളിലൂടെ മുൻപോട്ട് പോയാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ അവസാനിക്കുമ്പോഴും നമുക്ക് ഉള്ളിലൊരു നീറ്റലുണ്ട്. അത് ഈ പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ ഈ കഥാപാത്രങ്ങൾ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച കാര്യം അവിടെ സംഭവിച്ചില്ല എന്നുള്ളതും, ആ കഥാപാത്രങ്ങളുടെ ഒരു പെയിനും അവരനുഭവിച്ച സംഘർഷങ്ങളൊക്കെ നമുക്ക് അത്രത്തോളം അനുഭവിക്കാൻ പറ്റിയത് കൊണ്ടുമാണ് നമുക്ക് ആ ഒരു ഇത് വർക്ക് അവസാനിക്കുമ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിച്ചത് നടക്കാത്തതിൽ നിരാശ വരുന്നത്. അപ്പൊ സിനിമയിൽ അഭിനയിച്ചവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, വിജയരാഘവൻ ചെയ്തിട്ടുള്ള ഔസേപ്പിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, നന്നായിട്ട് അഭിനയിച്ചിരുന്നു. ഓരോ ഭാവങ്ങളും ഉൾക്കൊണ്ട് അദ്ദേഹം അടിപൊളിയായിട്ട് മക്കളെ കുറിച്ച് ആവലാതി പ്രകടിപ്പിക്കുന്ന അച്ഛൻ എന്ന് പറയുന്ന ഭാവമാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ആ കാർക്കശ്യം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയാണെങ്കിലും ആ ആവലാതി എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് അങ്ങ് വരുമ്പോൾ നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള ഔസേപ്പ് അല്ല അതിനകത്ത് കാണുന്നത്. അതെനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ, ദിലീഷ് പോത്തൻ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയ്ക്കകത്ത് സ്ഥിരം ഒരേ രീതിയിൽ അഭിനയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ വാരി വലിച്ചു ചെയ്യുന്നത് കാരണം ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ദിലീഷ് പോത്തന്റെ അഭിനയം മടുത്തു തുടങ്ങുന്ന അവസ്ഥയായിട്ടുണ്ടായിരുന്നു. ഇതിനകത്താണെങ്കിൽ ദിലീഷ് പോത്തൻ ചെയ്യുന്ന കഥാപാത്രം തുടക്കത്തിലൊക്കെ ഈ പറയുന്ന പോലെ കണ്ട് മടുത്ത സിനിമകളിൽ പല രീതിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അതേ രീതിയിൽ മടുപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടം അങ്ങ് കഴിയുന്നതോടെ ദിലീഷ് പോത്തൻ അങ്ങ് സ്കോർ ചെയ്യാണ്. പുള്ളിക്കാരൻ മുൻപോട്ട് കയറുന്ന ആ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് കൂടി അങ്ങ് ബുദ്ധിമുട്ടാവുക. ഈ ഒരു ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും ആ കൂടി 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 വരുന്ന ഡിപ്രഷൻ കണ്ടിട്ട് നമുക്ക് കൂടി ഡിപ്രഷൻ ആവുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അതേസമയം വളരെ ഗംഭീരമായിട്ട് ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ട്. അത് ഇദ്ദേഹം അങ്ങനെ വളരെ ഗംഭീരമല്ലാത്ത രീതിയിൽ, കുറച്ച് എനിക്കൊന്നും ഓക്കെ ആവാത്ത രീതിയിൽ ചെയ്തു വെച്ചതായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കയ്യിൽ ചോരക്കറയൊക്കെ ഉണ്ടായിട്ട് അത് കഴുകിയിട്ട് വീണ്ടും കൈ ഇങ്ങനെ സോപ്പിട്ട് വീണ്ടും വീണ്ടും കഴുകിയിട്ട് സ്മെല് ചെയ്ത് നോക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. ആക്ച്വലി അത് കുറച്ചും കൂടി നന്നായി ചെയ്തിരുന്നുവെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത വരും. നമ്മൾ പണ്ട് പല സിനിമകളും കാണുമ്പോൾ അതിനകത്ത് ചെയ്തിട്ടുള്ള പല ക്രൈമുകളും നമുക്ക് ഭയങ്കര അസ്വസ്ഥത തന്നിട്ടുണ്ടായിരിക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് അത് വിട്ടുമാറാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ട ഒരു സീനായിരുന്നു അത്. പക്ഷെ ദിലീഷ് പോത്തൻ ആ സംഭവം ചെയ്തപ്പോൾ എനിക്കത് ഒട്ടും വർക്കായിട്ട് ഫീൽ ആയില്ല. അത് വേറെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിഗംഭീരമാവുമായിരുന്ന ഒരു സീനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് തുടക്കത്തിൽ തോന്നി. പക്ഷെ ഈ പറഞ്ഞ പോലെ മുൻപോട്ട് പോകും തോറും ഇദ്ദേഹത്തിന്റെ അഭിനയം അങ്ങ് കയറി വന്നതോടെ ഈ പറയുന്നത് പോലെ ഇതൊന്നൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് കലാഭവൻ ഷാജോണിന്റെ കാര്യം. ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. ഓരോ സെക്കൻഡും നമുക്കുണ്ടല്ലോ, നമുക്ക് ആ കഥാപാത്രത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ചുമ്മാ പുള്ളി അഭിനയിക്കുകയാണെങ്കിൽ പോലും എത്ര പെർഫെക്ഷൻ ആയിട്ട് എത്ര ഗംഭീരമായിട്ട് അത് ചെയ്തു എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ ആ ഒരു കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് മേനോനാണ് റോയി എന്ന് പറയുന്ന ഇളയ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കുറെ കാലത്തിന് ശേഷമാണ് ഹേമന്ത് മേനോനെ ഞാൻ കാണുന്നത് ഒരു സിനിമയ്ക്കകത്ത്. പണ്ടൊക്കെ ഹേമന്ത് ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ സാധാരണയിൽ കവിഞ്ഞതായിട്ട് പുള്ളിക്കാരൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ, കുറെ ഗ്യാപ്പിന് ശേഷം ഇദ്ദേഹത്തെ കാണുമ്പോൾ അത് ഹേമന്ത് ആണെന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. ആ ഒരു ബോഡി ലാംഗ്വേജിൽ മാറ്റം വന്നു, പെർഫോമൻസിൽ മാറ്റം വന്നു. നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ റോയി എന്ന് പറയുന്ന കഥാപാത്രം. അത് ഹേമന്തിന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഗംഭീരമാക്കി ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. പിന്നെ കനി കുസൃതി ഇതിനകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് ഒട്ടും ഓക്കെ അല്ല എന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രമാണ്
കനികുസൃതി ചെയ്തിട്ടുള്ള കഥാപാത്രം. പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി നല്ല ആർട്ടിസ്റ്റിക് ആയിരിക്കും, പക്ഷെ പുള്ളിക്കാരി ഏത് സിനിമയിൽ ഏത് കഥാപാത്രം ചെയ്യുകയാണെങ്കിലും അതൊക്കെ കനികുസൃതിയായിട്ട് തന്നെയായിരിക്കും കാണാൻ പറ്റുക. ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു ഭാവം ഒരു മാറ്റമില്ല. ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നെങ്കിലും ഡയലോഗ് പറയുന്നുവെങ്കിലും കനികുസൃതി തന്നെയാണ് അതിനകത്ത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പുള്ളിക്കാരിയുടെ സ്ഥിരം ശൈലി. അപ്പം അത് ഭയങ്കര ബോറായിട്ട് കാണുന്ന പ്രേക്ഷകർക്കും ഫീൽ ചെയ്യും. എല്ലാ സിനിമകളിലും ഇങ്ങനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് അത് ഇഷ്ടപ്പെടാൻ പറ്റുക? അപ്പം ഈ ഒരു കഥാപാത്രം കുറച്ച് പതർച്ചയൊക്കെയുള്ള, കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള ഒരു കഥാപാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ ആ ഒരു കോൺഫിഡൻസ് കുറവ് മുഖത്ത് കാണാനുണ്ട്, പക്ഷെ ബോഡി ലാംഗ്വേജിൽ ഒട്ടും പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള ഫീൽ വരുന്നില്ല. നമ്മളൊരു കഥാപാത്രം ചെയ്യുന്നെങ്കിൽ ഡോക്ടർ ആവട്ടെ, പോലീസ് ആവട്ടെ, ഏത് കഥാപാത്രം ആണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യണം അത് ഇന്ന ജോലി ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പം കൂടിയാണല്ലോ ഇതൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ട് മാറാൻ പറ്റുന്നത്. കനകശ്രുതിയുടെ കാര്യത്തിൽ ഇതാണ്. പുള്ളിക്കാരൻ ഡോക്ടറായി ചെയ്താലും ഏത് ക്യാരക്ടർ ചെയ്താലും, നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീ ആയാലും ഏത് ലെവലായാലും പുള്ളിക്കാരി എല്ലാം ഒരുപോലെ തന്നെയാണ്. സാക്ഷരത കാണിക്കുന്നതും നിരക്ഷരത കാണിക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയായിട്ട് തോന്നുള്ളൂ. സോ കനകശ്രുതിയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് പുള്ളിക്കാരി ചെയ്തത് കാരണം എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. പിന്നെ ജോജി മുണ്ടക്കയം ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലെ ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ കുറെ കാലങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കഥാപാത്രം വർക്കായിട്ടുണ്ട്. ആ കഥാപാത്രം പല സമയത്ത് കാണിക്കുന്ന സ്വഭാവ സവിശേഷതകൾ വർക്കായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു, അതൊന്നും നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. അത് വർക്കായിട്ടുണ്ട്. പിന്നെ സെറിൻ ഷിഹാബാണ് മറ്റൊരു കഥാപാത്രം ചെയ്തിട്ടുള്ളത്. സെറിൻ ഷിഹാബിനെ അറിയാലോ, ആട്ടം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും രേഖാചിത്രമാണെങ്കിലൊക്കെ സെറിൻ ഷിഹാബിന്റെ കഴിവിന് പരമാവധി പ്രേക്ഷകർക്ക് കാണിച്ചു തന്ന സിനിമകളാണ്. ഈ ഒരു വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും സിനിമകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ രേഖാചിത്രമായിരുന്നു. അതിനകത്ത് ചെയ്തിട്ടുള്ള കഥാപാത്രവുമായിട്ട് യാതൊരു സാമ്യമുള്ള കഥാപാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് അകത്ത് ചെയ്തിട്ടുള്ളത്. റോയ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കാമുകിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാമുകി കഥാപാത്രം അത് പറയുന്നത് പോലെ തന്നെ ഉൾക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള, മലയാള സിനിമയിൽ പ്രതീക്ഷയുള്ള നായികയാണ് സെറിൻ ഷിഹാബ്. ഇവർ സെലക്ട് ചെയ്യുന്ന സിനിമകളാണെങ്കിലും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സിനിമകളാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ഒരു സ്ലോ പേസ് മൂവിയാണ്. വളരെ പതിഞ്ഞ താളത്തിലാണ് കഥ പറയുന്നത്. പക്ഷെ സിനിമ നമുക്ക് മൊത്തം കാണാൻ നമുക്ക് ആ ഒരു ആകാംക്ഷയുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയൊക്കെ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. പ്രേക്ഷകന് ബോറടിപ്പിക്കുന്നില്ല. സ്ലോ പേസ് മൂവി ഇങ്ങനെ പറഞ്ഞു പോകുന്നു, ബോറടിപ്പിക്കാണ്ട് പറയുന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആ ഒരു സ്ക്രിപ്റ്റ്, ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നവാഗതനായിട്ടുള്ള ഫസൽ ഹസനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര വ്യത്യസ്തതയുള്ള വിഷയം എന്നല്ല അവർ പറയുന്നത്, പക്ഷേ ഉണ്ടല്ലോ ആ പറയുന്ന വിഷയത്തെ ഏറ്റവും ഭംഗിയായ ഒരു തിരക്കഥയാക്കി മാറ്റാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഈ സ്നേഹബന്ധം എന്ന് പറയുന്ന സംഭവത്തെ ആണെങ്കിലും, സ്വാർത്ഥതയാണെങ്കിലും, അതുപോലെ തന്നെ കാർക്കശ സ്വഭാവമുള്ള അച്ഛനാണെങ്കിലും, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എവിടെയും പാളിപ്പോകാത്ത വിധത്തിൽ മനോഹരമായിട്ട് ആ ഒരു വൈകാരികതയെ ഒട്ടും നശിപ്പിക്കാത്ത വിധത്തിൽ സംഘർഷങ്ങളൊക്കെ മാക്സിമം കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. മികച്ചൊരു സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കലാഭവൻ ഷാജോൺ ചെയ്ത കഥാപാത്രം, അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ എന്ന് പറയുന്ന ദിലീഷ് പോത്തന്റെ കഥാപാത്രമാണെങ്കിലും ഇവർക്കിടയിലെ ബന്ധം, ഇവർക്കിടയിലെ സംഘർഷം, ഇവർക്കിടയിലെ സ്വാർത്ഥത തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിന്റെ ആ ഒരു പെർഫെക്ഷൻ ഈ സിനിമയിൽ ഇങ്ങനെ ഉടനീളം കാണാനുണ്ട്. പിന്നെ അരവിന്ദ് കണ്ണാബിരനാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. ഹൈറേഞ്ച് ഏരിയയിൽ വെച്ചിട്ടാണ് കഥ നടക്കുന്നത്. ഏലത്തോട്ടമാണ്, ഇടുക്കി ആ ഒരു പ്രദേശമാണ്. ആ ഒരു പ്രദേശത്തിന്റെ മനോഹാരിത, അതുപോലെ തന്നെ നിഗൂഢത എല്ലാം ക്യാമറയിൽ പകർത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില ഷോട്ടുകളൊക്കെ ഉണ്ട് എടുത്ത് പറയേണ്ടതാണ്. ചിലപ്പോൾ വൈഡ് ഷോട്ട് ആയിരിക്കും, ഹെലിക്യാം ഷോട്ട് ആയിരിക്കും. അതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പല ക്ലോസ് ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു മൂവ്മെന്റ്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. പല ആംഗിളിൽ നിന്നും എടുത്തു വെച്ച പല ഷോട്ടുകളും അതിന്റെ ഫ്രെയിമുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഥയ്ക്കനുസരിച്ച് ആ ഒരു കഥാ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് കഥയൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ക്യാമറ വർക്ക് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ചില സമയത്ത് നമുക്കും ആ ഒരു ഭൂപ്രദേശത്ത് ചെന്ന് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സെറിൻ ഷിഹാബിന്റെ ഒക്കെ പരിസരം കാണിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പരിസരത്ത് പോയി നിൽക്കുന്നു എന്നുള്ള ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ഫീലൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു DOP ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് വരുന്നത്. സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് ബി അജിത് കുമാർ ആണ്. സ്ലോ പേസ് മൂവിക്ക് ആവശ്യമായ രീതിയിൽ, എന്നാൽ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നിലനിർത്തുന്ന രീതിയിൽ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന രീതിയിൽ, വൈകാരികതയെ ഒരിക്കലും നശിപ്പിക്കാത്ത വിധത്തിലാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് അക്ഷയ് മേനോനാണ്. ഇദ്ദേഹവും ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുള്ളത്.
സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നല്ലൊരു വർക്കാണ്. സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അതുപോലെ ഡയറക്ഷന്റെ കാര്യം, സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഡയറക്ഷൻ മികച്ചു നിന്നത് കാരണം ഡയറക്ടർക്ക് നല്ല ബോധ്യമുണ്ട് ഇത് എങ്ങനെ മേക്ക് ചെയ്തെടുക്കണം, ഈ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ച സ്ക്രിപ്റ്റ് ഏറ്റവും ഭംഗിയായിട്ട് അത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട്. അത് ആ സിനിമയ്ക്കകത്ത് ഉടനീളം കാണാനുണ്ട്. ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ളത് കാരണം തന്നെ ഈ ഒരു വർക്ക് നല്ല രീതിക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റി. കനികുസൃതിയുടെ കാര്യം മാത്രമാണ് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ ഉള്ളിലെ ഒരു കുറ്റബോധം എന്ന് പറയുന്ന സംഭവത്തെ കൂടി ഇത് വളരെ എടുത്ത് കാണിക്കുന്നുണ്ട്. സ്നേഹത്തിനപ്പുറത്ത് ഈ കുറ്റബോധം, ആ ഒരു വിഷയം കൂടി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഈ സിനിമ നോക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണിത്. തരക്കേടില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയത്. എല്ലാവർക്കും വർക്കാവുന്ന മൂവി ആവണം എന്നൊരു നിർബന്ധമില്ല, അങ്ങനെ ആവാൻ ചാൻസും ഇല്ല. എന്നാലും തരക്കേടില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ് ഔസേപ്പിന്റെ ഒസിയത്ത്.